പഠിച്ചോനെ ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടണില്ലല്ലോ. അടുത്ത മാസം 10-ാം തീയതി ഓളെ കല്യാണ. എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ഷഹാനനെ എനിക്ക് നഷ്ടാവും. ഇവിടെ ആരോടെങ്കിലും പറഞ്ഞാലോ എന്റെ വിഷമം. ഏയ് വേണ്ട, അത് വലിയ സീനാവും. പഠിച്ചോനെ എന്തെങ്കിലും ഒരു മാർഗജിക്ക് കാണിച്ചോണ്ട. ഓളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവരാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഓളെ ഞാൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവന്നാല് ഓളൊപ്പിയും ഓളും പിന്നെ കാലാകാലം തെറ്റിലേക്കും. ഓള് പറയണേലും കാര്യണ്ട്. ഓളിന്റെ കൂടെ സന്തോഷത്തിൽ നിക്കണെങ്കില് ശുക്കൂറാക്ക് എന്നെ ഓളെ കൈ എന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കണം. അതെങ്ങനാ പഠിച്ചോനെ കയ്യാന്ന് എനിക്കറിയൂല. ഓളെ വാപ്പക്ക് എന്നെ കണ്ടുകൂടാ. പേരിനൊരു ജോലിയേ ഉള്ളൂ, പൈസ ഒന്നും ഇല്ലല്ലോ. എന്തായാലും ഓളെ വാപ്പന്റെ അടുത്ത് പോയി ചോദിക്കാനും പറ്റൂല. യാ റബ്ബേ, എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരണേ. മാമനെന്തോ ആലോചിച്ചിരിക്കണ പോലുണ്ട്. അതന്നെ നമ്മള് വിളിച്ചിട്ട് എന്താ കേക്കാത്തേ? എന്തോ ചിന്തയിലാ. അടക്കിനെ എപ്പ ശരിയാക്കി തരാം. മാണ്ടട്ടാ അടക്കും വെച്ചങ്ങൾ പേടിക്കണ്ട. മാമന് ചെവിയൊക്കെ ഒന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്താ കുളിച്ചു കാട്ടിയത്? എന്റെ ചെവി പൊട്ടി. അപ്പൊ ചെവി കേക്കുണ്ടല്ലേ? എന്താ കുറിപ്പങ്ക് വേണ്ടിയേ? അമ്മച്ചേ പറഞ്ഞോടി, മാമന് ചെവിയൊക്കെ ഉണ്ട്. കുൽസ എന്റെ കട്ടെന്തായിരുന്നടി? ഇറങ്ങ. എന്തോ ഒരു ദേഷ്യം മാമന്. എന്താ സാജിദ് അനക്ക് വേണ്ടിയത്? എന്റെ ഷാനു, ഇജെന്തിനാ അങ്ങനെ ചൂടാവണേ? മനുഷ്യനൊരു ഭാഗത്ത് സമാധാനത്തിൽ ഇരിക്കാനും സമ്മതിക്കൂല. പെങ്ങളും ഓളെ കുട്ടികളും. എന്തിനാ ഷാനു ആവശ്യമില്ലാതെ നമ്മളോട് ചൂടാവണേ? എന്തിനാ അല്ലോണ്ട് ഇപ്പൊ എന്റെ റൂമിക്ക് കയറിയെന്ന്? ഈ മാമന് എന്താ പറ്റിയേ? അത് പിന്നെ ഷാനു. എന്താ സാജിദ് ഒന്ന് പറയ്. അത് വേറൊന്നല്ല, ഷഹാനന്റെ കല്യാണ. ഇജ് അറിഞ്ഞില്ലേ? ഏത് ഷഹാന? ശുക്കൂറാക്കന്റെ മോള് ഷഹാന. ഇപ്പൊ കല്യാണം ആയതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? ഇവിടെ കിടന്ന് തലകുത്തി പറയണോ? നല്ല രസമുണ്ടാവും മാമൻ തലകുത്തി പറയണ കാണാന്. ആത്തോ മുണ്ടാ നിക്കോ, മാമ നല്ല ചൂടിലാ. ഇജ് തല കുത്തി മാറിയൊന്നും വേണ്ട ഷാനുവോ. പിന്നെന്താ ഞാൻ ചെയ്യണ്ട ഓളെ കല്യാണത്തിന്? ഓളെ കല്യാണം ആയതുകൊണ്ട് എനിക്കും കുട്ടിയൊക്കെ ഇടാന് നല്ല ഡ്രസ്സൊന്നുമില്ല. അപ്പൊ ഇജിന്റെ കൂടെ ഒന്ന് വരോ, മക്കൾക്കും എനിക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട്? ഓ പിന്നെ, എന്റെ പണി അതല്ലേ. എന്താ ഷാനോജ് ഇങ്ങനെ? എനിക്കെന്താ പ്രശ്നം? ഇജെന്തിനാ ആവശ്യമില്ലാതെ വെറുതെ ചൂടാവണേ? എനിക്കൊന്നും വയ്യ. അതെന്താ ഷാനോ? അനക്കല്ലേ ഈ വീട്ടില് വണ്ടിയുള്ളൂ? എന്റെ പുയാപ്പിള ഉണ്ടെങ്കില് ഇപ്പൊ എനിക്ക് എന്നോട് ഈ ചോദ്യം ഒന്നും ചോദിക്കേണ്ടി വരൂലേനു. ഓ തുടങ്ങി ഉള്ള സൈക്കോളജിക്കൽ മൂവ്മെന്റ്. അതൊന്നല്ല, ഞാൻ സത്യല്ല പറഞ്ഞേ. ഞാനും കുട്ടികളും ഈ വീട്ടിൽ നിക്കണേ അനക്കൊന്നും ഇഷ്ടല്ല, നിനക്ക് നല്ലോണം അറിയാം. ഇഷ്ടല്ല എന്നാലോണ്ട് ഇറങ്ങിപ്പോയിക്കോടുന്ന്. മാമ എന്തിനാ അമ്മച്ചിനോട് ഇങ്ങനൊക്കെ പറയണേ? എന്റെ അമ്മച്ചി എന്താ ചെയ്തങ്ങളോട്? എന്റെ മുന്നിന്ന് മൂന്നും പോവോ? ഭ്രാന്ത് കേറിന്. ഷാനു, എനിക്കറിയാം എന്റെ മനസ്സിൽ കാര്യമായിട്ട് എന്തോ വിഷമുണ്ടെന്ന്. പരി ഷാനു, എന്താ എന്റെ വിഷമം? ഒന്നുമില്ല. ജിന്റെ ചോരയാ. എന്റെ മനസ്സ് പെടയുമ്പോ എനിക്ക് മനസ്സിലാവും. എന്തേലും സങ്കടം ഉണ്ടെങ്കില് ഇത് തുറന്ന് പറ. ഈ സാധ്യത ഉണ്ട് എന്റെ കൂടെ. പറി ഷാനോക്ക, എന്താ എന്റെ വിഷമോ? മാമ പറി, മാമ പറി മാമ. ചെലപ്പോ ഞമ്മക്കെന്നെ സഹായിക്കാൻ കഴിഞ്ഞാലോ? എന്റെ വിഷമം തുറന്നു പറ. അതന്നെ മാമ, തുറന്നു പറ. എന്താ മാമന്റെ വിഷമം? ഇവളോടെങ്കിലും സത്യം തുറന്നു പറഞ്ഞാലോ? എത്ര കാലം എന്ന് വെച്ചിട്ടാ മനസ്സിന്റെ ഉള്ളില് ഇങ്ങനെ ഒളിപ്പിച്ച് വെക്ക? പറി ഷാനോക്ക പറി. അത് പിന്നെ സാജിദ, എന്താ എന്താ? എനിക്ക് ശുക്കൂറാക്കന്റെ മോളെ ഇഷ്ടാ. എന്താ ഷാനോജ് പറഞ്ഞേ? ഞാൻ പറഞ്ഞത് സത്യ. ഓൾക്ക് അന്നിഷ്ടാ? നമ്മള് രണ്ടാളും പ്രണയത്തിലായിട്ട് ഇന്നേക്ക് 2 വർഷാവണു. യാ റബ്ബേ, എടാ ഇത് ഷഹാനന്റെ കാര്യാണോ പറയണേ? അതേടി, അവളുടെ കാര്യം തന്നെ ഞാൻ പറയണേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ, അടുത്ത മാസം 10-ാം തീയതി അവളുടെ കല്യാണ. നീ എന്താ എന്നിട്ട് ഇപ്പോഴാണ് ഇതൊക്കെ പറയുന്നേ? സാജിദ, അനക്കറിയില്ലേ, ശുക്കൂറാക്കക്ക് എന്നെ തീരെ കണ്ടൂടാ. ഒരിക്കലും എനിക്ക് ഓളെ കെട്ടിച്ചേരൂല. അതുകൊണ്ടാ ഞാൻ ഓളെ വീട്ടിൽ പോയിട്ട് ചോദിക്കാത്ത. എന്നിട്ട് ഇജിപ്പ എന്താ മനസ്സ് കണ്ടേക്കണേ?
എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു കുൽസുതാത്ത, മാമന് ഷഹാന താത്തനെ ഇഷ്ടാണെന്ന്. അതെങ്ങനെ എനിക്ക് മനസ്സിലായി? ഞാൻ എപ്പോഴും കാണലുണ്ട് ഷഹാന താത്തനെ ഫോൺ വിളിക്കണേ. എന്നിട്ട് ഇജ്ജ് എന്തേലും എന്നോട് പറയാഞ്ഞേ? അതിന് അമ്മക്ക് ഉണ്ടാക്കും തല്ലൂടാനല്ലേ സമയമുള്ളൂ. ആ അതീ പറഞ്ഞ ശരിയാ. ഷാനോക്ക ഇനിയിപ്പൊ എന്താ ചെയ്യാ? എനിക്കറിയില്ല സാജിത, ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടണില്ല. എന്നാലും എന്റെ ഷാനോക്ക, ഷഹാനനെ ഇജ്ജ് വളച്ചെടുത്തുന്നോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ വളച്ചെടുത്തു. ഇതൊക്കെ എപ്പോ? ഞാനൊന്നും അറിഞ്ഞിട്ടെന്നല്ല. ഉമ്മച്ചിക്ക് അറിയോത്? ഇല്ല, ഞാൻ ഇതുവരെ പറഞ്ഞില്ല. ഉമ്മച്ചി അറിഞ്ഞ നല്ല രസാവും. എന്നിട്ട് ഇജ്ജ് എന്താ തീരുമാനിച്ചിക്കണേ? എനിക്കൊരു ഐഡിയ ഇല്ല സാജിത. ഷഹാനക്ക് ഓളെ വാപ്പ എന്നെ കൈപിടിച്ച് കൊടുക്കണം നിക്കാഹിന്. അത് പിന്നെ ഓളെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ പെൺകുട്ടികളെ മനസ്സിലും അതന്നെ ഉണ്ടാവുക, ആഗ്രഹം. ഓളെ വാപ്പ എന്തായാലും ഇന്റെ കയ്യിലേക്ക് ഓളെ ഏൽപ്പിക്കൂല. ഓള് വേറൊരാളെ കല്യാണം കഴിക്കൂല. അപ്പൊ എന്താ ചെയ്യാ? എനിക്കറിയില്ല സാജിത, ഞാൻ എന്താ ചെയ്യണ്ടേ? എന്റെ മനസ്സിൽ ഒരു ഐഡിയ കിട്ടി. എന്ത് ഐഡിയ? ഓളെ വാപ്പന്നെ എന്റെ കയ്യിലേക്ക് ഓളെ തരണം അല്ലേ? അതെ. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്ത് വഴി? കുറച്ച് കടുത്ത കളിയാ. എന്താ എന്റെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഒന്നോ? വന്നു. നാ പറി സാജിത, എന്താ പറി? അറിയണേ മുമ്പേ എനിക്കൊരു കാര്യം ഇജ്ജ് പറഞ്ഞിരണം. എന്ത്? ഇജ്ജെങ്ങനാ ഷഹാനനെ വളച്ചെടുത്ത്? എന്താ പറ്റോ ഇപ്പൊ ഒരു ലവ് സ്റ്റോറി കേക്കല്ലേ? കേക്ക ഷാനോക്ക പറി, ഇതൊക്കെ എപ്പോഴാ നടന്നേ? ആദ്യം മുതൽ പറയണം. പറയാ. ഓള് ഡിഗ്രിക്ക് പഠിക്കണ കാലം. ഷഹാനനെ ഞാൻ ആദ്യം കാണുന്ന ഹോസ്പിറ്റലിനാ. ഏത് ഹോസ്പിറ്റല്? മെന്റൽ ഹോസ്പിറ്റലോ? സാജിത, എനിക്ക് തീരെ ചിരി വരുന്നില്ല. ഇങ്ങനത്തെ വർത്താനം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഈ കഥ തുടരൂല. നിർത്തി ഇജ്ജ് പറഞ്ഞിക്കോ, ഞാനൊന്നും ഇനി പറയില്ല. ഞാൻ പറയാ. ഞാൻ ആദ്യമായിട്ടുള്ള കാണുന്നത് ഹോസ്പിറ്റലിനാ. എപ്പോ? അതിനുള്ള കാരണം ഇജ്ജന്നാ. ഞാനോ? പണ്ടൊക്കെ ഓർമ്മല്ലേ കുൽസുനെ തട്ടിക്കൊണ്ടുപോയത്? ആ ഓർമ്മണ്ട്. നെട്ടിച്ച് തല കറങ്ങി വീണത്. അന്നിജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോ ആടെ വെച്ചിട്ടാ ഞാൻ ആദ്യമായിട്ട് ഷഹാനനെ കാണുന്നത്. കണ്ട ഉടനെ തന്നെ ഓളുടെ മനസ്സിൽ കേറിപ്പറ്റി. എന്നിട്ട് പിന്നെ ഞാൻ ഓളെ വൈത്താലെ തന്നെ നടന്നു. ആഹാ, എന്നിട്ട് ഇജ്ജ് എപ്പോഴാ അവളോട് ഇഷ്ടാന്ന് പറഞ്ഞേ? ഞാൻ പറയാ. ഷഹാന എടി, എന്നും ഉണ്ടാവല്ലോ ഇവൻ ഇവിടെ. ഞാൻ കണ്ടു. ഓൻക്ക് എന്നോട് മുടിഞ്ഞ ലവ്വാൻ തോന്നണു. അത് ഓന് എന്നോട് പറഞ്ഞില്ലല്ലോ. ഇന്നെന്തായാലും പറയും, എനിക്ക് ഉറപ്പാ. കരുന്നാക്ക് വെച്ചിട്ടൊന്നും പറയാതിരി. അനക്ക് ഇവൻ ആദ്യം അറിയല്ലേ? അറിയാ, ആമിനാത്തിന്റെ മോനാ. എന്തോ പറയാൻ വരുന്നുണ്ട്, നമുക്ക് നോക്കാം എന്താന്ന്. ഷഹാന, എന്ത് വേണം? എന്റെ പേര് ഷാനു. അറിയാ. ഞാന് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്ത് കാര്യം? അത് പിന്നെ. അയ്യോ ഷാന, ഇപ്പൊ പറയൂ. ഷാനോക്ക, ഞാൻ ഒരു കാര്യം പറയാം. എന്ത്? എന്നോട് ഇഷ്ടാണെന്നൊക്കെ പറയാനാണ് വരുന്നെങ്കില് എനിക്ക് നിങ്ങളെ തിരിച്ച് ഇഷ്ടമല്ല. ഹാമിനത്തിന്റെ മോനാണെന്നൊന്നും ഞാൻ നോക്കില്ല. എനിക്ക് ഇഷ്ടല്ല പറഞ്ഞ ഇഷ്ടല്ല. അയ്യേ, ഇവളിത് എന്തൊക്കെയാ പറയണേ? എന്തേ, ഞാൻ പറഞ്ഞ സത്യല്ലേ? അല്ല. അപ്പൊ പിന്നെ എന്താ നിങ്ങൾ എന്നോട് പറയാൻ വന്നേ? എനിക്ക് അന്നെ അല്ല ഇഷ്ടം. പിന്നെ? നിന്റെ കൂടെയുള്ള എന്റെ കൂടെയുള്ള സുഹറനെ എനിക്കിഷ്ടം. എന്തേ? സത്യമായിട്ടും ഇവളെ എങ്ങനെങ്കിലും എനിക്ക് സെറ്റാക്കി തരാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഞാൻ പറയാൻ വന്നേ. അവളോട് ഇഷ്ടമുണ്ടെങ്കിൽ അവളുടെ മുഖത്തോക്കി പറയണം, അല്ലാതെ എന്നോടല്ല പറയണ്ടേ. അയ്യേ, ഇതെന്ത് പണിയണ്ട കാണിച്ചേ? എനിക്ക് ഷഹാനല്ല ഇഷ്ടം, എന്നിട്ട് എന്താ സുഹറാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞേ? ആടക്ക് സാജിത, ആർക്ക് മുമ്പ് പടക്കല്ലേ. ആമാ, പിന്നീട് എന്താ സംഭവിച്ചേ? വേഗം പറഞ്ഞോടി. പറയാ.